Hi dears, welcome to my YouTube channel. Standard 7 Social Science Chapter 8 Power to the People അധികാരം ജനങ്ങൾക്ക് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 1 വീഡിയോ ആണിത്. 7ാം ക്ലാസ്സിൻ്റെ മുൻ ക്ലാസ്സുകളുടെ വീഡിയോസ് SS with NJT എന്ന എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും നോട്ട്സും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. വീഡിയോസ് നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പൂക്കോട്ടുമല ഗ്രാമത്തിൻ്റെ വികസന മാതൃക കാണിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്? നമുക്ക് നോക്കാം. സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്, ഭക്ഷ്യ സ്വയം പര്യാപ്തത, ഡെവലപ്മെൻറ്റ് ഓഫ് വാട്ടർഷെഡ്സ്, തണ്ണീർത്തട വികസനം, ഗ്രീനറി ഇൻ ഓൾ വാർഡ്സ്, പച്ചത്തുരുത്തുകൾ, എറിഡ് ഫ്രീ വില്ലേജ്, തരിശുരഹിത ഗ്രാമം, ജലസമൃദ്ധി പ്രോജക്റ്റ്, ജലസമൃദ്ധി പദ്ധതി, ഫിലമെൻറ്റ് ഫ്രീ വില്ലേജ്, ഫിലമെൻ്റ് രഹിത ഗ്രാമം തുടങ്ങിയ വികസന പ്രവർത്തനങ്ങളാണ്. ഈ വികസനം സാധ്യമായതെങ്ങനെ? The active participation of the people in Grama Sabhas, the planning and timely intervention of officers, and the commitment of the people have contributed to the development of Pookkottumala Panchayat in this way. ഗ്രാമസഭകളിലെ മികച്ച ജനപങ്കാളിത്തവും ആസൂത്രണവും ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലും മേൽനോട്ടവും ജനങ്ങളുടെ അർപ്പണ മനോഭാവവുമാണ് പൂക്കോട്ടുമല ഗ്രാമവികസനം ഇത്തരത്തിൽ സാധ്യമാക്കിയത്. അപ്പോൾ ഗ്രാമസഭയുടെയും ഉദ്യോഗസ്ഥരുടെയും കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് ഈ വികസനത്തിന് പിന്നിലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തും ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഗ്രാമസഭകളുടെയോ വാർഡ് സഭകളുടെയോ നേതൃത്വത്തിൽ നടക്കാറുണ്ട്. ഏതൊക്കെയാണ്? റോഡ് നിർമ്മാണം, അതുപോലെ വീട് നിർമ്മാണം, കുടിവെള്ള വിതരണം, തെരുവ് വിളക്ക്, ആരോഗ്യ പ്രവർത്തനങ്ങൾ. ഇനി നമുക്ക് ഗ്രാമസഭ, വാർഡ് സഭ എന്താണെന്നും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിക്കാം. What is Grama Sabha and Ward Sabha? A Grama Sabha is a committee that includes all who are enlisted in the voters list of each ward in every Grama Panchayat. In the cities it is known as Ward Sabha. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ ഇത് വാർഡ് സഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. റൈറ്റ് എ നോട്ട് ഓൺ ദ ഫങ്ഷൻസ് ഓഫ് ദ ഗ്രാമസഭ. ഗ്രാമസഭയുടെ ഫങ്ഷനെ കുറിച്ചൊരു കുറിപ്പെഴുതാനാണ് ഇവിടെ ഒരു ചോദ്യം. എന്തൊക്കെയാണ് ഗ്രാമസഭയുടെ ഫങ്ഷൻസ്? നോക്കൂ. എ ഗ്രാമസഭ ഈസ് എ കമ്മിറ്റി ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ who are enlisted in the voters list of each ward in every Grama Panchayat. In Grama Sabhas, the day-to-day problems of people would also be discussed apart from the discussion on the development of the locality. The Grama Sabha is convened at least once in 3 months. The Panchayat President presides over the Grama Sabha and the ward member is the convener. Grama Sabha is the platform for ensuring equality of status and equal rights among citizens. Also, Grama Sabhas provide opportunities for the public to participate in the democratic process and to take decisions. അപ്പോൾ എന്താണ് ഗ്രാമസഭ എന്ന് നമ്മൾ മുന്നേ പഠിച്ചു. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് എന്ത്? ഗ്രാമസഭ. ഇനി എന്തൊക്കെ ചർച്ചകളാണ് ഗ്രാമസഭയിൽ നടക്കുന്നത്?
പ്രാദേശിക വികസന ചർച്ചകളും ജീവിത വിഷയങ്ങളും സംബന്ധിച്ച ചർച്ചകളാണ് ഗ്രാമസഭയിൽ നടക്കുന്നത്. ഇൻ ഗ്രാമസഭാസ്, ദ day-to-day problems of people would also be discussed apart from the discussion on the development of the locality. കുറഞ്ഞത് 3 മാസത്തിലൊരിക്കലാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. The ഗ്രാമസഭ ഈസ് convened at least once in 3 months. ഇനി ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റും കൺവീനറായിട്ടുള്ളത് ആരാണ്? വാർഡ് മെമ്പറുമാണ്. ദ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിസൈഡ്സ് ഓവർ ദ ഗ്രാമസഭ ആൻഡ് ദ വാർഡ് മെമ്പർ ഇൻ ദ കൺവീനർ. പൗരസമത്വവും തുല്യ അവകാശവും ഉറപ്പാക്കാനുള്ള വേദി കൂടിയാണ് ഗ്രാമസഭ. ഗ്രാമസഭ ഈസ് ദ പ്ലാറ്റ്ഫോം ഫോർ എൻഷുറിംഗ് ഇക്വാലിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഈക്വൽ റൈറ്റ്സ് എമംഗ് സിറ്റിസൺസ്. ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനമെടുക്കാനുമുള്ള അവസരമാണ് ഗ്രാമസഭകൾ വഴി ലഭിക്കുന്നത്. ഗ്രാമസഭാസ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ പബ്ലിക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഡെമോക്രാറ്റിക് പ്രോസസ് ആൻഡ് ടു ടേക്ക് ഡിസിഷൻ. ഗ്രാമസഭാസ് ഫങ്ഷൻസ് അഥവാ ഗ്രാമസഭയുടെ പ്രവർത്തനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗം കൂടിയാണ്. നന്നായി പഠിക്കണേ. നെക്സ്റ്റ്, ഗാന്ധിജിയുടെ ഗ്രാമവികസന കാഴ്ചപ്പാടിനെ കുറിച്ചാണ് പറയുന്നത്. ഗാന്ധിജി ബിലീവ്ഡ് ദാറ്റ് ദ സോൾ ഓഫ് ഇന്ത്യ ലൈസ് ഇൻ ദ വില്ലേജസ് ആൻഡ് that the country can make progress only through the development of the villages. Villages are the basic units of democratic governance. Therefore, the welfare of people increases with the increase of the power of the panchayat. Gandhiji considered Grama Swaraj as self-governing body. Decentralization of power is the means of realize the concept of Grama Swaraj as envisioned by Gandhiji. The concept of Grama Swaraj gets materialized when power is decentralized to the people. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യപുരോഗതി സാധ്യമാകൂ എന്നുമാണ് ഗാന്ധിജി വിശ്വസിച്ചത്. ജനാധിപത്യ ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളാണ്. അതുകൊണ്ട് പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമകരമായിരിക്കും എന്ന് ഗാന്ധിജി പറയുന്നു. സ്വയംഭരണ ഗവൺമെൻറ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് ഏത്? അധികാര വികേന്ദ്രീകരണം. ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത് എന്നാണ് ഗാന്ധിജി പറയുന്നത്. ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ അഥവാ അധികാര വികേന്ദ്രീകരണം എന്താണ്? ഡെമോക്രസി ബിക്കംസ് മീനിങ്ഫുൾ when power is decentralized to all people and not simply vested with some. Thus, in a political or administrative system, the transfer of power legally to the people to take decisions and execute them is called decentralization of power. അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് എന്ത്? അധികാര വികേന്ദ്രീകരണം. അധികാര വികേന്ദ്രീകരണം അഥവാ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി അധികാര കേന്ദ്രീകരണം എന്താണ്? അതായത് സെൻട്രലൈസേഷൻ ഓഫ് പവർ.
The power to take decisions and execute them in administrative matters is centered of some people is called centralization of power. Here, the common people comparatively do not get the opportunity to become a part of administrative affairs. ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം. ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം താരതമ്യേന കുറവാണ്. അപ്പോൾ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ അതുപോലെ സെൻട്രലൈസേഷൻ ഓഫ് പവർ നന്നായിട്ട് പഠിക്കുക. Decentralization of power features importance to regional development. Developmental needs get prioritized. Women and the marginalized get leadership and administrative experience. Development of the local economy. Common people have more power and participation in the administration. അധികാര വികേന്ദ്രീകരണം സവിശേഷതകൾ. പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം. വികസനാവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. പ്രാദേശിക സമ്പദ്വ്യവസ്ഥയുടെ വികസനം. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും. ഇവയെല്ലാമാണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ സവിശേഷതകൾ. ഡിസെൻട്രലൈസേഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അധികാര വികേന്ദ്രീകരണം ഭരണഘടനയിൽ. ദ ഫോർമേഷൻ ഓഫ് പഞ്ചായത്സ് ഈസ് റെഫേർഡ് ടു ഇൻ ആർട്ടിക്കിൾ 40 ആസ് പാർട്ട് ഓഫ് ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. However, the absence of a strong local administrative system adversely affected rural development in India. Several committees were constituted to resolve this and to strengthen the local self-government system. The prominent among them are the committees formed under the leadership of Balwant Rai Mehta and Ashok Mehta. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40 ആണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ബൽവന്ത് റായ് മേത്തയുടെയും അശോക് മേത്തയുടെയും നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ. ദ റെക്കമെൻഡേഷൻസ് ഓഫ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957. ദ 3-tier പഞ്ചായത്ത് സിസ്റ്റം. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് കമ്മിറ്റി, ഡിസ്ട്രിക്ട് പരിഷത്ത്. ദ പവർ ഫോർ പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ to be given to panchayat committees and supervision and organization for district parishad. Direct election in grama panchayats, indirect election in district parishad and panchayat committee. The recommendations of Ashok Mehta Committee 1978. The 2-tier system, Mandal Panchayat, District Parishad. The district parishad shall have the charge over the district level planning. Mandal panchayats are in charge of the villages. Constitutional validity for panchayat institutions. Reservation for scheduled caste, scheduled tribe. ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവ. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക്. മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന്.
ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്. ജില്ലാ പരിഷത്ത്, പഞ്ചായത്തു സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പ്. അശോക് മേത്ത കമ്മിറ്റി ശുപാർശകൾ: ദ്വിതല പഞ്ചായത്ത് സംവിധാനം, മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് എന്നിവ. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല. പഞ്ചായത്തു സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത, പട്ടികജാതി പട്ടികവർഗ സംവരണം. ഇവയെല്ലാമാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെയും അശോക് മേത്ത കമ്മിറ്റിയുടെയും പ്രധാന ശുപാർശകൾ. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പാർട്ടാണ്.